ഹലോ ഗൈസ്, SKV ഇൻസൈറ്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിൻസ് ആൻഡ് ദ ഫാമിലി, ദിലീപിൻ്റെ 150ാമത് സിനിമ. പിൻഡോ സ്റ്റീഫനാണ് ഡയറക്ഷൻ, ഷാരിസ് മുഹമ്മദ് റൈറ്റർ. ഇതിനകത്ത് ദിലീപിനെ കൂടാതെ സിദ്ദിഖ്, ധ്യാൻ ശ്രീനിവാസൻ, മഞ്ജു പിള്ള, ബിന്ദു പണിക്കർ, അശ്വിൻ ജോസ്, ഇങ്ങനെ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ആക്ടേഴ്സ് ഉണ്ട്. ഇതിനകത്ത് ലീഡ് ആക്ടേഴ്സായിട്ട് അവതരിപ്പിക്കുന്ന ഒരാൾ മീനാക്ഷി, പിന്നെ ഒന്ന് റനിയ റാണ. ഇനി ഈ സിനിമയിലോട്ട് വരികയാണെങ്കിൽ, ഈ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ള കാര്യം ഞാൻ ആദ്യമേ പറയാം. എനിക്ക് ഒരു ഡീസൻറ്റ് മൂവിയായിട്ടാണ് തോന്നിയത്. ഒട്ടും മോശമായിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല. അത്യാവശ്യം കണ്ടിരിക്കാവുന്ന ഒരു കൊച്ചു കുടുംബചിത്രം, അങ്ങനെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ഇത് ഞാൻ പറയാൻ കാര്യം, ഈ സിനിമയുടെ റിവ്യൂസ്, അതായത് പ്രത്യേകിച്ചും ഞാൻ ഈ സിനിമ കഴിഞ്ഞ് ഇറങ്ങിയ ശേഷമാണ് ഒന്ന് രണ്ട് റിവ്യൂസ് ഞാൻ ശ്രദ്ധിച്ചു. ഇതേപോലെ ഉണ്ടായി. പക്ഷേ അതിനകത്ത് റിവ്യൂസിൽ ചില ആളുകൾ വളരെ ഡീറ്റെയിലിംഗ് ആയിട്ട് ചില സീൻസ് പറഞ്ഞ് അത് എന്തിനാണ് അങ്ങനെ ചെയ്തത്, അങ്ങനെയൊന്നും നടക്കില്ല, ഇങ്ങനെയൊക്കെ നടക്കും എന്നൊക്കെ പറഞ്ഞ് വളരെയധികം ഘോരഘോരം പ്രസംഗിക്കുന്ന ആൾക്കാരെ കണ്ടു. അവർക്ക് എന്താ പറയുക, കൊള്ളെടുത്ത് കൊണ്ടു എന്നാണ് എനിക്ക് തോന്നിയത്. കാര്യം അങ്ങനത്തെ ഒരു സബ്ജക്റ്റാണ് ഈ സിനിമ സംസാരിക്കുന്നത്. അതായത് ചില മീഡിയാസ് സത്യാവസ്ഥ മനസ്സിലാക്കാതെ ചില വാർത്തകൾ പുറത്തു വിടുകയും അവർ വെറും ലൈക്കിനും ഷെയറിനും സബ്സ്ക്രൈബേഴ്സിനും വേണ്ടി മാത്രം ചെയ്യുന്ന ചില ആൾക്കാർക്ക്, അല്ലെങ്കിൽ കൊള്ളേണ്ടവർക്ക് അത് കൊണ്ടു എന്നാണ് എനിക്ക് ഈ സിനിമ ഇന്ന് കണ്ടപ്പോൾ മനസ്സിലായത്. അല്ലെങ്കിൽ ആ റിവ്യൂ അതിൽ കമൻറ്റ് ബോക്സും കാര്യങ്ങളൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഈ സിനിമയുടെ തിയേറ്റർ റെസ്പോൺസ് അതിനുശേഷം ശ്രദ്ധിച്ചപ്പോൾ അത്യാവശ്യം തരക്കേടില്ലാത്ത തിയേറ്റർ റെസ്പോൺസൊക്കെ ഈ സിനിമയ്ക്കകത്ത് കിട്ടിയിട്ടുണ്ട്. ഫാമിലീസിന് കാണാൻ പറ്റുന്ന തരത്തിലൊരു സിനിമ തന്നെയാണ്. അത്യാവശ്യം ചിരിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഒരുപാട് പൊട്ടിച്ചിരിക്കാനോ ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചില അപ്ഡേറ്റ് ഒക്കെ, ചില കോമഡീസൊക്കെ ഒരുപാട് നമ്മൾ കേട്ട് മറന്നോ അല്ലെങ്കിൽ പണ്ട് ഇറങ്ങേണ്ടതായിരുന്നോ ഒക്കെ തോന്നിപ്പോകുന്ന ചില കോമഡീസൊക്കെയാണ്. എങ്കിലും എനിക്ക് പേഴ്സണലി ഇത് ഒട്ടും മോശമായിട്ടൊന്നും ഫീൽ ചെയ്യുന്ന ഒരു സിനിമയായിരുന്നില്ല. അത്യാവശ്യം കണ്ടിരിക്കാവുന്ന ഒരു കുടുംബചിത്രമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഇത് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ കൊള്ളേണ്ടവർക്ക് ഈ ഒരു സിനിമ കൊള്ളേണ്ടടുത്ത് കൊള്ളും. കാര്യം അങ്ങനത്തെ സബ്ജക്റ്റാണ് ഇതിനെപ്പറ്റി സംസാരിക്കുന്നത്. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇതിലൊക്കെ ഉള്ള ചിലവർക്ക്, അതായത് ആർമി ചില ആർമിക്കാരുണ്ട്. അതായത് എല്ലാവരെയും അല്ല പറയുന്നത്. അതായത് ഇവർക്ക് വേണ്ടി ന്യൂസ് എത്തിച്ചു കൊടുക്കാൻ നോക്കുക, എന്തെങ്കിലുമൊക്കെ ന്യൂസ് എത്തിച്ചു കൊടുത്ത് അവർക്ക് കണ്ടൻറ്റ് ഇട്ട് എങ്ങനെയെങ്കിലും ഈ ഒരു കണ്ടൻറ്റ് വൈറലാക്കി അത്രയും വ്യൂസ്, ലൈക്ക്, ഷെയർ എത്തിക്കേണ്ടവർക്ക് അതിന് വേണ്ടി കൂടുതൽ അതിൻ്റെ എന്താണ് ആ ന്യൂസ്, അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നൊന്നുമില്ല, അതങ്ങ് പുറത്ത് വിടുക, മാക്സിമം വ്യൂസ് കയറ്റാൻ വേണ്ടി പെട്ടെന്ന് ഫെമിലിയർ ആവുക, ഇത്ര മില്യൺസ് ഫോളോവേഴ്സിനെ നേടുക, ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ഒരു വിഷയമാണ് ഇത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ സിനിമയുടെ ഒരു കാര്യം എന്ന് വെച്ചാൽ കൂടുതലായി ഡീറ്റെയിലിംഗ് ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല. ബാക്കി നിങ്ങൾ ഈ സിനിമ കാണാൻ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സിനിമയാണ്. ദിലീപിൻ്റെ പെർഫോമൻസ് കുഴപ്പമുണ്ടായിരുന്നില്ല. റനിയ റാണ നല്ല പെർഫോമൻസ് തന്നെയായിരുന്നു. മഞ്ജു പിള്ള, സിദ്ദിഖ്, ധ്യാൻ ശ്രീനിവാസന് കുറച്ച് നേരം റോൾ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് കുറച്ച് നേരം കൂടി, അത് ഒരുപാട് നേരം വലിയ റോൾസൊന്നും കാര്യങ്ങളൊന്നുമില്ല, എങ്കിലും തരക്കേടില്ല. ബാക്കി ഓക്കെയാണ്. കണ്ടിരിക്കാവുന്ന സിനിമയാണ്, ഫാമിലിയായിട്ട് പോയിട്ട് കാണേണ്ട സിനിമ കൂടിയാണെന്ന് എനിക്ക് പറയാം. അതൊക്കെയാണ് ഈ സിനിമയെ പറ്റി പറയാനുള്ളത്. ഇതിനകത്ത് പ്രത്യേകിച്ചും എടുത്തു പറയേണ്ട ഒരു സംഭവം ഞാൻ വിട്ടുപോയി, ടൈറ്റിൽ കാർഡ്. അത് കുറച്ച് ഇമോഷണലാക്കി. കാര്യം അതിനകത്ത് ചില സിനിമകളുടെ, ദിലീപ് ചെയ്തിരുന്ന പണ്ടത്തെ കുറച്ച് സിനിമകളുടെ ക്യാരക്ടേഴ്സ് കാണിക്കുന്നുണ്ട്. ശരിക്കും ആ സിനിമകളുടെ ഈ ഒരു ഇതൊക്കെ കാണുമ്പോൾ ചെറുതായിട്ടൊരു ഇമോഷണലായി പോകും. അത്ര ഗംഭീരമായ സിനിമകളെ, അതായത് ഈ പുഴയും കടന്നും, ജോക്കർ, മീശ മാധവൻ, കുഞ്ഞിക്കൂരൻ, കല്യാണരാമൻ, ഇഷ്ടം, ഇങ്ങനെ ഒരുപാട് സിനിമകളുടെ ടൈറ്റിൽ കാർഡ്സ്. അതും ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, അത് ഏത് സിനിമയുടെയാണെന്നുള്ളത് നിങ്ങൾ ആ തിയേറ്ററിൽ പോയി തന്നെ കാണാം. ഇപ്പോൾ തന്നെ 1-2 ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഓരോരുത്തർ പോസ്റ്റ് ഇട്ടായിട്ട് കണ്ടു. എന്തായാലും നല്ല രസമായിട്ട് അത് ചെയ്തിട്ടുണ്ട്. 150 സിനിമയല്ലേ, അത്യാവശ്യം നല്ല രീതിയിൽ പൊലിപ്പിച്ച് തന്നെ ചെയ്തിട്ടുണ്ട്, നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ സിനിമയെ പറ്റി പറയാനുള്ളത്. ഈ ഒരു വെക്കേഷൻ കാലത്ത് കുട്ടികളും ഫാമിലി എല്ലാവരും കൂടി ചേർന്ന് കാണാൻ പറ്റുന്ന ഒരു കൊച്ചു കുടുംബചിത്രം. അതാണ് പ്രിൻസ് ആൻഡ് ദ ഫാമിലി.